ഒരു മോഷണ വാർത്തയാണ് അടുത്തത്. തിരുവനന്തപുരം പോത്തൻകോട് ബന്ധുവെന്ന വ്യാജേന എത്തി മോഷണം. പന്തലക്കോട് സ്വദേശിനി സരോജിനിയുടെ വീട്ടിൽ നിന്നും സ്വർണവും മൊബൈലും കവർന്നു. സരോജിനി ചായ എടുക്കാൻ അടുക്കളയിൽ പോയ സമയത്തായിരുന്നു മോഷണം. മീര മനോഹരൻ ചേർന്ന് വിവരങ്ങളുമായിട്ട്. മീര, കേൾക്കുമ്പോൾ വിചിത്രമെന്ന് തോന്നും. ബന്ധുവിനെ തിരിച്ചറിയാതാണോ വീട്ടിൽ കയറ്റി ഇരുത്തിയത് എന്നൊരു ചോദ്യം ഉയരും. പക്ഷേ മോഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? സേതു, തീർച്ചയായും ഈ അമ്മ സരോജിനി അമ്മ അല്പം പ്രായമുള്ള സ്ത്രീയാണ്, വൃദ്ധയാണ്. അപ്പോൾ ഇയാളെ കണ്ടു മനസ്സിലായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വൈകിട്ടോട് കൂടി ഈ അമ്മ പുറത്ത് മുറ്റമടിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ഈ മോഷ്ടാവ്, നിലവിൽ വീട്ടിനകത്ത് കയറിയ മോഷ്ടാവ് പുറത്തുകൂടി വന്ന് ഈ അമ്മയോട് സംസാരിക്കുകയും കുശലം ചോദിക്കുകയും ചെയ്തത്. ഇപ്പോൾ ആ മോഷ്ടാവിൻ്റെ അതേ രൂപസാദൃശ്യമുള്ള ഒരു ബന്ധു ഈ അമ്മയ്ക്കുണ്ട്, ബാലൻ എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ അമ്മ അകത്തേക്ക് വിളിക്കുകയും ചായ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതെടുക്കാൻ വേണ്ടി പോവുകയുമായിരുന്നു. ഈ അകത്ത് കയറി തക്കത്തിനാണ് ഈ മൊബൈൽ ഫോണും 1 പവൻ സ്വർണ്ണമാലയും ഇയാൾ കവർന്നത്. എന്തായാലും പോത്തൻകോട് സ്വദേശി തന്നെ ആയിട്ടുള്ള സരോജിനി അമ്മയുടെ വീട്ടിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. എന്തായാലും ഈ പ്രതിക്ക് വേണ്ടി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. ഈ പ്രതിക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോത്തൻകോട് പോലീസ്. ആ അമ്മയുടെ വാർദ്ധക്യം അതിനെ കണ്ടിട്ട് മനസ്സിലായില്ല, ആ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് മോഷണം നടത്തിയത്. ഒരു മൊബൈൽ ഫോണും നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തായാലും CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ, ആ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഉടനടി കണ്ടെത്തുമെന്നാണ് കരുതുന്നത്. സേതു.